ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ അമരപ്പയർ തോരനാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി തോരനാണിത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം അമരപ്പയറാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല പോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ 2 സൈഡിലും നാരുണ്ടാവും, അതൊന്ന് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ 2 തലഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതോടുകൂടെ തന്നെ അതിൻ്റെ ആ ഒരു നാരും ഒന്ന് വിട്ട് വരും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ നാര് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നല്ല മൂപ്പായിട്ടുള്ള അമരപ്പയറിന് മാത്രമേ ഇങ്ങനത്തെ നാരുണ്ടാവൂ. പിഞ്ച് അമരപ്പയറിന് ഇതുപോലെ നാരുണ്ടാവില്ല. അപ്പം അതൊന്ന് എല്ലാ അമരപ്പയറിൻ്റെ നാരും ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ അതിൻ്റെ 2 തലഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റിയെടുക്കണം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് ഈ ഒരു അമരപ്പയർ. അതുകൊണ്ട് തന്നെ കിട്ടുന്നവരൊക്കെ ഇതൊന്ന് റെഡിയാക്കി നോക്കുക. അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അങ്ങനെ എല്ലാ അമരപ്പയറും ഇതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് അതിൻ്റെ നാരൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം. 6 വെച്ചിട്ട് നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ ഇതൊന്ന് അരിഞ്ഞെടുക്കാം. നൈസായിട്ടാണ് ഞാനിതിവിടെ അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് നല്ല നൈസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് കട്ടിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ അരിഞ്ഞെടുക്കാം. എനിക്ക് പൊതുവേ ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇത് ഉപ്പേരി വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നൈസായിട്ടാണ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിനെല്ലാ അമരപ്പയറും ഇതുപോലെ നൈസായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തോരനാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ചെറിയ ഉള്ളി ഒരു 4-5 ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ 2 പച്ചമുളക്, അല്പം കറിവേപ്പില, ഒരു പിടി തേങ്ങ. ഇത്രയാണ് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പാന് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വറ്റൽമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മളെ തോരന്. അങ്ങനെ ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഈ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ചെറിയുള്ളി എണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മൂത്ത് കിട്ടണം. അങ്ങനെ ഇതിവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന അമരപ്പയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടില്ല. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ആവിയിൽ കിടന്നിട്ട് തന്നെ ഇതൊന്ന് കുക്കായി കിട്ടും. അങ്ങനെ അതൊന്ന് തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഈ ഒരു അമരപ്പയർ. അതിനൊന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് അമരപ്പയറൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. ഒരു പിടി തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു തേങ്ങ നല്ല പോലെ തന്നെ ഒന്ന് ഈ ഒരു അമരപ്പയറിൽ മിക്സായി കിട്ടണം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊരു
2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നല്ല നാടൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമരപ്പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ബായ്.